ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ആരോപിച്ച 600 അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. ജഡ്ജിമാരെയും കോടതിയെയും കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നുവെന്നും നേതാക്കൾ പ്രതികളായ അഴിമതി കേസുകളിൽ കോടതികളെ ലക്ഷ്യം വെക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവെ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് കത്തെഴുതിയത്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി. തൗഫീഖ്, എന്താണ് കത്തിൽ പറയുന്നത്? ജഡ്ജിമാരെയും കോടതിയെയും കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രവർത്തനങ്ങൾ ചില അഭിഭാഷകരുടെയും അതോടൊപ്പം തന്നെയുള്ള ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസിന് അയച്ച ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നേതാക്കൾ പ്രതികളായ അഴിമതി കേസുകളിൽ കോടതികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചില ആളുകൾ പ്രവർത്തിക്കുന്നത്. ഇത് ജുഡീഷ്യറിയുടെ വിശ്വസ്തതയെ തകർക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ്. ഇത്തരത്തിൽ വിശ്വാസത്തെ തകർക്കാനുള്ള ഗൂഢാലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് കൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവെയും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര അടക്കമുള്ളവരാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഇത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ചില കേസുകൾ വരുമ്പോൾ ഇടപെടലുകൾ നടത്തുന്നുവെന്ന് കൂടി ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാന നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളായി വരുന്ന കേസുകളിൽ പലതരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവ് വരാനായിട്ടുള്ള ചില കാലതാമസം ഉണ്ടായിരുന്നു, വൈകിയിരുന്നു. ഇതിന് പിന്നിൽ ചില അഭിഭാഷകർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുകയും ചെയ്തിരുന്നു. 4 മണിക്ക് വരേണ്ട ഉത്തരവ് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് നൽകിയെന്നാണ് അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി തൗഫീഖ്.